പുതിയ ബിഗ് ബോസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോഹൻലാൽ ഇന്ന് രാത്രി സംസാരിക്കാൻ പോകുന്ന ഒരു രസകരമായുള്ള സംഭവമുണ്ട്. മത്താനി എന്തിനാണ് ആര്യനെ അനുവിൻ്റെ കുണ്ടിയുമിലേക്ക് ഉന്തിയിട്ടത്? നമ്മളത് എപ്പിസോഡിൽ കണ്ടില്ല, ലൈവിലുണ്ടായിരുന്നു. പക്ഷേ ലൈവിൽ മാത്രം കണ്ട കാരണം അത് ലാലേട്ടൻ ചോദിക്കുമോ എന്നുള്ളൊരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ചോദിക്കാനുള്ള കാരണം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മത്താനിക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലവരെ കുണ്ടിയുമിലേക്കൊക്കെ ആര്യനെ ഉന്തിയിടാം. മത്താനിയുടെ മേത്ത് ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ മത്താനിക്ക് അത് പൊള്ളും അല്ലേ? അതിന് പരാതിയായി പരാക്രമമായി എന്താണ് മത്താനി, ഇത് ശരിയായ നടപടിയാണോ എന്നാണ് ചോദിക്കുന്നത്. ശരിയല്ലേ? അത് മത്താനി പറഞ്ഞ് ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് മത്താനിയുടെ കളി ഇന്നത്തോടുകൂടി കഴിഞ്ഞു കേട്ടോ. ഇന്ന് മത്താനിയും അതുപോലെ തന്നെ പ്രവീണും യാത്രയാവണം, ബിഗ് ബോസ് ഹൗസിൽ നിന്ന് യാത്രയാവണം. നമ്മളെല്ലാവരും വിചാരിച്ചത് സാബുമോൻ പോകുന്നതാണ്, പോയില്ല. അപ്പോൾ അത് വോട്ടിൻ്റെ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങനെ ഇങ്ങോട്ടൊക്കെ കാണും. പിന്നെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയൊരു ചർച്ച നടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്കറിൻ്റെ ഉമ്മ വിളിച്ചതാണ്. അപ്കറിൻ്റെ ഉമ്മ വിളിച്ച് ഞാൻ ആതിര നൂറ എന്ന് പറഞ്ഞ ആ കുട്ടികളോട് സംസാരിക്കരുത്, അവരോട് അടുത്തിടപഴകരുത് എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ഉമ്മ വീഡിയോ ഇട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഒരു മകൻ ബിഗ് ബോസിൽ പോയെന്ന് വിചാരിച്ചിട്ട് ഉമ്മ അങ്ങനെ നടന്നിങ്ങനെ വീഡിയോ ഇടേണ്ട കാര്യമൊക്കെ ഉണ്ടാ? അവരവിടെ കളിക്കുകയോ ജയിക്കുകയോ എനിക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ. മുമ്പ് തന്നെ ആദ്യം തന്നെ ഈ ബിഗ് ബോസ് ഷോയിൽ അപ്കർ ഒത്തിരി ദേഷ്യം കാണിച്ചു കഴിഞ്ഞാൽ ഉടനടി മോഹൻലാലിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അപ്കറുടെ അമ്മേനെ വിളിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തത് ഒരു ബിഗ് ബോസ് ചെയ്തത് ഒരു രണ്ടാം തരം ഇടപാടാണ്. ആർക്കും അങ്ങനെ ചെയ്യുന്നില്ല. എന്നാൽ ഇവിടെയൊക്കെ ദേഷ്യം കാണിക്കുന്നവരൊക്കെ വീട്ടിൽ അമ്മേനെ വിളിച്ചിട്ട് എന്താ അമ്മ അവിടെ നിന്ന് ചൂരിലോണ്ട് അടിച്ചു കഴിഞ്ഞാൽ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കേൾക്കുമോ? അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അപ്പോൾ അതിലൊരു ഒരു ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. അതിൽ എന്താണ് ഈ സ്ക്രിപ്റ്റാണ് ഇന്ന് ഇവിടെ എടുത്തിട്ട് പ്രയോഗിച്ചത്. നമ്മുടെ ലക്ഷ്മിയോട് ചോദിച്ചു, ലക്ഷ്മി ഈ കുട്ടികളോട് അപ്കർ അടുത്തിടപഴകരുത്, സംസാരിക്കരുത് എന്ന് പറയുന്നത് ലക്ഷ്മി കേട്ടോ? ലക്ഷ്മി പറഞ്ഞു, ഞാൻ എപ്പിസോഡിൽ അത് നമ്മൾ ഇങ്ങനെ ഒരു ഫോൺ വരുന്നുണ്ട്, ഫോൺ വന്ന് കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് കട്ടാവുന്നുണ്ട്. ഈ കട്ടായി കഴിഞ്ഞിട്ട് പിന്നെ എന്താ അവർ നമ്മൾ സംസാരിച്ചത് നമുക്കറിയില്ല. ആ സംസാരിച്ച് എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിന് മാത്രമേ അറിയുള്ളൂ. അതിപ്പോൾ നമ്മളോട് കണ്ടോ ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു ചർച്ച അന്ന് അവിടെ വീട്ടിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിരുന്നു. അങ്ങനെ ഒരു ചർച്ച അവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ അത് ലക്ഷ്മിക്ക് അവിടെ തെളിവൊന്നും ഹാജരാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ലക്ഷ്മി ഒന്നും വേണ്ടിയില്ല, ഞാൻ കേട്ടതല്ല, ഞാനത് കേട്ടിട്ടില്ല. ഇനിയിപ്പോൾ കേട്ടിട്ടില്ല അത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തെളിവുമില്ല. മോഹൻലാൽ അതുകൊണ്ടുള്ള അത്ര ശക്തമായി ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ ലാലേട്ട ഇത്രയും വലിയൊരു പൂങ്കണ്ണീർ ഇന്നലെ പൊഴിച്ചല്ലോ ആതിരേരും നൂറേരും കാര്യത്തിൽ. നിങ്ങൾ കയറ്റിയില്ലെങ്കിൽ, ലക്ഷ്മി കയറ്റിയില്ലെങ്കിൽ എന്താ, ഞാൻ അവരെ വീട്ടിൽ കൊണ്ട് കയറ്റുമെന്ന് പറഞ്ഞല്ലോ. അത് പറഞ്ഞപ്പോൾ ഈ നമ്മുടെ ആതിരയും നൂറയും, അപ്പോൾ ആ നൂറ ഏറ്റു നിൽക്കുക, നൂറ ഒന്ന് കരഞ്ഞു. അപ്പോൾ ആതിര കൈ പിടിച്ചു. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആദ്യമായിട്ടാണ് ഒന്നൊരു രണ്ട് കണ്ണീര് ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ വരുന്നത്. അത് ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ഇവരെ വേറെ ആരെങ്കിലും കളിയാക്കിക്കൊണ്ടോ ഇവരോട് സംസാരിച്ചുകൊണ്ടോ ഒന്നും ഇവർ കരയില്ല. ഇവരൊക്കെ നല്ല കല്ലായുള്ള മനസ്സുള്ളവരാണ്. അവർ എത്രയും നാൾ ഫൈറ്റ് ചെയ്ത് സമൂഹത്തിനോട് വീട്ടുകാരോടൊക്കെ ഫൈറ്റ് ചെയ്ത് വന്നവരാ. ഇവർക്ക് രണ്ട് തുള്ളി കണ്ണീര് വരേണ്ട വെച്ചാൽ മോഹൻലാൽ വീട്ടിൽ കയറ്റും എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് സങ്കടമായി. അതിൻ്റെ ഒരു ആനന്ദ കണ്ണീരാണ് വന്നത്, അല്ലാണ്ട് അത് ദുഃഖ കണ്ണീരൊന്നല്ല കേട്ടോ. പിന്നെ ഞാൻ ചോദിക്കട്ടെ, മോഹൻലാലിന് അത്ര വലിയ പൂങ്കണ്ണീര് വരുത്തുന്നുണ്ടെങ്കിൽ മോഹൻലാൽ ഇവരെ വീട്ടിൽ കയറ്റില്ല, ലക്ഷ്മി കയറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അത്ര വലിയ പൂങ്കണ്ണീര് വന്നിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റും എന്ന് ലാലേട്ടൻ പറഞ്ഞു. ലാലേട്ടന് അത്രയും വലിയൊരു വാശി ഉണ്ടെങ്കിൽ ലാലേട്ടൻ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാം. മോഹൻലാൽ ഒരു ഓൾ ഇൻ ഓൾ നടനല്ലേ, കംപ്ലീറ്റ് ആക്ടറല്ലേ, മലയാളികൾക്ക് എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നടനല്ലേ. നിങ്ങൾക്ക് എന്താ ആതിരയുടെയും നൂറേനെയും വീട്ടിൽ വിളിച്ച് അവരെ അച്ഛനമ്മോടും സംസാരിച്ചാലെന്താ? ഇവരൊന്ന് വീട്ടിൽ കയറ്റ്. ഇവർ ചെയ്തത് തെറ്റൊന്നല്ല. ഇന്നത്തെ ഇതുപോലെ ഒരുപാട് ജീവിതങ്ങളുണ്ടെന്നാണല്ലോ ലാലേട്ടൻ പറഞ്ഞത്. ഇതുപോലെ ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അത് നിങ്ങളിവരെ വിഷമിപ്പിക്കരുത്, നിങ്ങളെ വീട്ടിൽ കയറ്റ് എന്ന് ലാലേട്ടൻ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളവരെ വീട്ടിൽ അവർ ഉപ്പയും ഉമ്മയും രണ്ട് വീട്ടുകാരും അത് സമ്മതിക്കും. ലാലേട്ടൻ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് കയറ്റാം, ഒരു പ്രശ്നമില്ല, അവരിങ്ങോട്ട് വന്നോട്ടെ. ആദരയ്ക്ക് ഉണ്ടായില്ല അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഉണ്ടാക്കാമല്ലോ.
എന്തിനാണ് ലാലേട്ടൻ അത്രയും വലിയ വിഷമം ഉണ്ടെങ്കിൽ ഈ സീസൺ കഴിഞ്ഞതിന് മുമ്പ് ലാലേട്ടൻ അവരെ വിളിക്കണം, അവരെ വീട്ടുകാരെ വിളിക്കണം, അവരെ വീട്ടുകാരെ വിളിച്ചിട്ട് ഒന്നിക്കണം, അവരെ വീട്ടിലേക്ക് പറഞ്ഞയക്കണം. ഇവർക്ക് ജീവിച്ചോട്ടെ, ഒരുമിച്ച് ജീവിച്ചോട്ടെ, അതിലൊന്നും കുഴപ്പമില്ല. വീട്ടുകാരായിട്ട് വരവ് പോക്കുണ്ടായിട്ട് ജീവിക്കാമല്ലോ. അതിനിപ്പോൾ പ്രേമിച്ച് കല്യാണം കഴിച്ച് പല പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും അവർ പിന്നെ അച്ഛനമ്മയൊക്കെ അങ്ങനെ കയറാറുണ്ടല്ലോ. അതുപോലെ ഇവരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകട്ടെ. അവർക്ക് എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പിരിഞ്ഞാൽ മതി. അതിലും മുമ്പ് അവർക്ക് അവരെ വീട്ടുകാരെ, അവരെ അച്ഛനും അമ്മേനും സഹോദരനൊക്കെ കാണുന്നൊരു ആഗ്രഹം ഉണ്ടല്ലോ. ആ ആഗ്രഹം ലാലേട്ടൻ സാധിച്ചു കൊടുക്ക്. എന്നിട്ട് ലാലേട്ടൻ കിടന്ന് ലക്ഷ്മിയോട് തിക്കും തിരക്കും കൂട്ട്. ഇപ്പോൾ ലക്ഷ്മിയോട് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാവേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ലാലേട്ടന് ഈ കുട്ടികളെ നമ്മുടെ ലക്ഷ്മിയുടെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് കട്ടായം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ ലാലേട്ടാ, സ്വന്തം വീട്ടിൽ കയറ്റാത്ത അവരെ 2 പേരെയും, നൂറയുടെയും ആതിരയുടെയും സ്വന്തം വീട്ടിൽ കയറ്റാത്ത ആ 2 കുട്ടികളെ അവരും തന്നെ ലക്ഷ്മി കയറ്റണം എന്താണ്? ലക്ഷ്മിക്ക് ആ വീട്ടുകാരുടെ, ആതിരയുടെയും നൂറയുടെയും വീട്ടുകാർ അതേ ചിന്താഗതിയിലാണ് നമ്മുടെ ലക്ഷ്മി നിൽക്കുന്നത്. ആ ലക്ഷ്മി കയറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? ലക്ഷ്മിയുടേതായ സ്റ്റാൻഡുണ്ട്. ആ സ്റ്റാൻഡ് വിട്ട് ഇപ്പോൾ മോഹൻലാലല്ല, ബിഗ് ബോസ് അല്ല, ആര് പറഞ്ഞാലും ആ സ്റ്റാൻഡ് വിട്ട് ഇറങ്ങില്ല. അത് അവളുടെ തീരുമാനമാണ്. അപ്പോൾ ലാലേട്ടന് അത്രയും വിഷമമുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ കയറ്റാത്ത ആൾക്കാരെ മറ്റുള്ള ആൾക്കാരും കൊണ്ടുവന്ന് വീട്ടിൽ കയറ്റണം എന്ന് പറഞ്ഞാൽ വാശി ലാലേട്ടന് ഒട്ടും നല്ലതല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഇതൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 2 കുട്ടികളുടെ വീട്ടുകാരായിട്ടൊന്ന് വിളിച്ച് സംസാരിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ അവർക്ക് ലാലേട്ടൻ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പിന്നെ LGBT കമ്മ്യൂണിറ്റീനെ വലിയ സന്തോഷമായിട്ടോ അല്ലെങ്കിൽ വലിയ ഹാപ്പി ആയിട്ടോ അല്ലെങ്കിൽ ഇവരെ കൊണ്ടുവന്നിട്ട് സമൂഹത്തിന് എന്തെങ്കിലും ഒരു വലിയ മെസ്സേജ് കൊടുക്കാനൊന്നല്ല ഈ എൻ്റെ മോഷനും അതുപോലെ തന്നെ ഏഷ്യാനെറ്റും കൂടി സംയുക്തമായിട്ട് ഈ ബിഗ് ബോസ് നടത്തുന്നത്. ഇത് ഇവർക്ക് TRP ഉണ്ടാവണം, ഇവർക്ക് പൈസ ഉണ്ടാക്കണം. അതിനവർക്ക് കണ്ടൻറ്റ്, അവർക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള കണ്ടൻറ്റുകൾ ഓരോ പ്രാവശ്യം കിട്ടണം. ആ കണ്ടൻറ്റ് കിട്ടാനായിട്ട് ഇനിയിപ്പോൾ അവർ എന്ത് തിരക്കഥ എടുത്താലും, എന്ത് LGBT കൊണ്ടുവന്നാലും, മറ്റുള്ള ആൾക്കാരെ കൊണ്ടുവന്നാലും, നാനാ തുറയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇവിടെ തല്ലുപിടിക്കലാണ് ഈ ബിഗ് ബോസിൻ്റെ പണി. അത് എല്ലാ ഭാഷയിലും അത് തന്നെയാണ്. ഇപ്പോൾ മലയാളത്തിലെ മാത്രമല്ല, എല്ലാ ഭാഷയിലും ബിഗ് ബോസിൽ ഇത് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ അതിനും ഒരു മധ്യസ്ഥനായിട്ട് ലാലേട്ടൻ വരും. ലാലേട്ടന് കൈ നിറച്ച് കാശ് കിട്ടുന്നുണ്ടല്ലോ, കൈ നിറച്ച് കിട്ടുന്നുണ്ട്. 18 കോടി രൂപ 30 സീസണിൽ മേടിക്കുമെന്ന് പറയണത്. ഇതൊക്കെ ഇതിൻ്റെ ഈ ബിഗ് ബോസ് ഈ മാറാല കൂട്ടുകൂട്ടിയ പോലെയുള്ള സർക്കസ് കൂടാരം പോലെ കൂടാരത്തിൽ നിന്ന് കണ്ട് കിട്ടാനായിട്ട് ഇത്രയും കാശൊക്കെ ഇതാണല്ലോ ലക്ഷങ്ങളും കോടികളും ആൾക്കാർ ഇത് കാണുന്നത്. അപ്പോൾ അവർക്ക് കാണുമ്പോൾ ഇവരെല്ലാവരും സന്തോഷിച്ച് ചോറും വെച്ച് ചായയും വെച്ച് കുടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഏത് പട്ടികാൾ കാണും? ഒരാൾ കാണില്ല. ഇവർ തല്ലുകൂടണം, ഇവർ തല പൊളിക്കണം, ഇവർ അലമ്പുണ്ടാക്കണം, ആണുങ്ങളും തമ്മിൽ അടി ഉണ്ടാക്കണം, അതുപോലെ തന്നെ കുറേ ഗെയിമുകളും കളിക്കും, അതിലും തല്ലുണ്ടാവണം. ഇതൊക്കെ ബിഗ് ബോസിൻ്റെ ടാർഗറ്റിൽപ്പെട്ട കാര്യങ്ങളാണ്. ഇതില്ലാണ്ട് ഒരു ബിഗ് ബോസ് സീസണിലും ഒരു സ്ഥലത്തും വിജയിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിനൊക്കെ ബിഗ് ബോസ് മൗന സമ്മതമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഹിന്ദി ബിഗ് ബോസിലൊക്കെ അടിച്ച ആൾക്കാരെ വരെ പുറത്താക്കുന്നില്ല. ഇവർ ഇത്രയും വലിയ കുറ്റം ലക്ഷ്മി ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മിനെ എന്നിട്ട് പിടിച്ച് പുറത്താക്കൂ. ഇവർ സ്ട്രിക്റ്റായിട്ട് കൊണ്ടുവന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ ലക്ഷ്മിനെ പിടിച്ച് പുറത്താക്കൂ. വേറെ 2 ആളെ പുറത്താക്കിയില്ല, ഇയാളും കൂടി പോട്ടെ, ലക്ഷ്മി കൂടി പോട്ടെ. ലക്ഷ്മി ഇത്രയും വലിയ പാതകം ചെയ്തതല്ലേ. ലക്ഷ്മി ഒരു പാതകം ചെയ്തില്ല. ലക്ഷ്മി സ്റ്റാൻഡായിട്ട് നിന്നു, അന്തസ്സായിട്ട് സംസാരിച്ചു, അന്തസ്സായിട്ട് അവിടെ നിൽക്കുന്നു. ബിഗ് ബോസിന് ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ പറ്റില്ല, ലാലേട്ടനും പറ്റിയില്ല. അപ്പോൾ അതാണ് ബിഗ് ബോസ്. ബിഗ് ബോസിന് ആര് നാണം കെടണോ, ആര് വർത്താനം പറയണോ അതൊന്നല്ല. നമുക്കും കിട്ടണം പണം. ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.